നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന പല മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാട് എന്താണ് സംഭവിക്കുക, ആരൊക്കെയാണ് മത്സരിക്കുക എന്നത്, പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം നേടിയിരുന്ന, അതായത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ അകപ്പെടുന്നു. അത്തരത്തിൽ പാലക്കാട് വളരെയധികം ഒരു ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു, അതായത് യൂത്ത് ആയിട്ടുള്ള ഒരാളെ, യുവാവായിട്ടുള്ള ഒരാളെ തന്നെ ഇറക്കണം എന്നൊരാവശ്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഇനി CPM-ഉം അതുപോലെ തന്നെ BJP-യും ആരൊക്കെയാണ് പാലക്കാട് ഇറക്കുക എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കാൻ കഴിയില്ല, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല. സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. രാഹുലിനായുള്ള മുറവിളി പലയിടങ്ങളിലും ശക്തമാണ്. എന്തായാലും പാലക്കാട് BJP ഒരു നിർണായക തീരുമാനം അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു ചർച്ച നടക്കുന്നു എന്നൊരു സൂചന കിട്ടുന്ന ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള പ്രമുഖരെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പാർട്ടി പ്രാഥമികമായിട്ട് പരിശോധിക്കുന്നുണ്ട് ആരെ ഇറക്കാം, അതായത് ഒരു യുവാവിനെ തന്നെ ഇറക്കിയാൽ കുറച്ചുകൂടി നേട്ടം കൊയ്യാനാകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസും BJP നിലവിലായിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി മുകുന്ദന് അവിടെ വിജയ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതായത് നമുക്കറിയാം, ഷാഫി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിയ ഒരിടമാണ്. അത് കഴിഞ്ഞ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെ തന്നെയാണ് വിജയിച്ചത്. അങ്ങനെയുള്ള പാലക്കാട് മണ്ഡലം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുവാവ്, അത്രയും ജനങ്ങളുടെ ഒരു വോട്ട് നേടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്വീകാര്യതയുള്ള ഒരു യുവാവിനെ തന്നെ, അല്ലെങ്കിൽ ഒരു യൗവനക്കാരനെ തന്നെ ഇറക്കണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു തീരുമാനം. പാർട്ടിയുടെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി മുകുന്ദന് വിജയ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അത്തരത്തിൽ ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. K. സുരേന്ദ്രൻ, പ്രശാന്ത് ശിവൻ, അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദനെ ഇറക്കാം എന്ന ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംസാരമുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ വിവരത്തിലൊരു സ്ഥിരീകരണമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രന് പാലക്കാട് താല്പര്യമില്ല, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ഒരു ഏജൻസിയെ ഓരോ മണ്ഡലത്തിൻ്റെ സ്വഭാവം, വിജയ സാധ്യത ആർക്കൊക്കെ എന്നൊക്കെ പഠിക്കാനായി നിയോഗിച്ചിരുന്നു. ഈ ഏജൻസിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളത് ഉണ്ണി മുകുന്ദനാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണി മുകുന്ദനെ മത്സരിപ്പിക്കാൻ ഇറക്കുമോ, ഉണ്ണി മുകുന്ദൻ അതിന് തയ്യാറാകുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ വരും മണിക്കൂറുകൾ ഉത്തരം കിട്ടും. കൂടാതെ മറ്റു പ്രമുഖരുടെ പേര് കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ BJP ഉണ്ണി മുകുന്ദനോട് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സംസാരിക്കുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു സംസാരം അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ പാലക്കാട് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് BJPയുടെ നിഗമനം. അതേസമയം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ പേരും സജീവ പരിഗണനയിലാണ്. അദ്ദേഹം മത്സരിച്ചാൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. ശോഭാ സുരേന്ദ്രന് പാലക്കാട്ടേക്ക് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഇനി പാലക്കാട് ആരാണ് ഇറങ്ങുക, അല്ലെങ്കിൽ ആരെയാണ് ഇറക്കുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൻ്റെ പേരിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യം താൻ അറിയിച്ചിട്ടില്ല. നിരവധി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശിച്ച സീറ്റുകളാണ് താൻ മത്സരിച്ചത്. അതിനാൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് തൽപര കക്ഷികൾ പിന്മാറണമെന്നും അദ്ദേഹം തൻ്റെ Facebook പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കി. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അതായത് സംസ്ഥാനത്ത് BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് കിട്ടാനെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ പരിഹാസം. എങ്കിൽ മാത്രമേ കൊടകര വഴി അടിച്ചെടുക്കാൻ സാധിക്കൂവെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു. പാലക്കാട് BJPയുടെ വളർച്ച ദുർബലമാണ്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPക്ക് 1.5 ലക്ഷം വോട്ട് കിട്ടി. 20 വർഷത്തിന് ശേഷവും അത് 2.5 ലക്ഷം മാത്രമാണ്. BJPയുടെ ഗ്രാഫ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും സന്ദീപ് വാര്യരുടെ വിമർശനം. പാലക്കാട് അടിസ്ഥാനപരമായി UDFന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതു സർക്കാരിൻ്റെ നയവൈകല്യങ്ങളും ഭരണപരാജയങ്ങളുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. പാലക്കാടും അതുതന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. UDF സ്ഥാനാർത്ഥി അത്യുജ്വലമായ വിജയം നേടുമെന്നും സംസ്ഥാന സർക്കാരിനെതിരായ വികാരം പകുതി മാത്രമേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടുള്ളൂ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ പ്രകടമാകുമെന്നും സന്ദീപ് വാര്യരുടെ വിമർശനം. സർക്കാരിനെതിരെ യഥാർത്ഥ പാലക്കാടൻ കാറ്റ് വീശാനിരിക്കുന്നതേയുള്ളൂ. അതിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ കടപുഴകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വീശിയത് മന്ദമാരുതനാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു.
പാലക്കാട് BJP വിജയം നേടിയെന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ തെറ്റാണെന്നും ഇതര ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് BJPയുടെ വളർച്ച ജില്ലയിൽ ദുർബലമാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. താൻ കേരളത്തിൽ എവിടെ മത്സരിക്കാനും തയ്യാറാണ്. ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെയും പോയി താൻ മത്സരിക്കും. മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ വിജയിച്ച പാലക്കാട് നിയമസഭാ സീറ്റിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ ശുപാർശ ചെയ്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം DCC അധ്യക്ഷൻ A. തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസ് പാലക്കാട് ജില്ലാ നേതൃയോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷെ ഇക്കാര്യം അറിയിച്ചു. ആരോപണ വിധേയനായ സിറ്റിംഗ് MLA രാഹുൽ മങ്കൂട്ടത്തിൽ പീഡനക്കേസിൽ വിജയിച്ചാൽ വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പിൽ A. തങ്കപ്പനെ സ്ഥാനാർത്ഥിയായി പാർട്ടി നേതൃത്വം പരിഗണിച്ചിരുന്നു. തൃത്താലയിൽ VT ബൽറാം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ബൽറാം തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. 2 തവണ തൃത്താലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട VT ബൽറാം 2021 തിരഞ്ഞെടുപ്പിൽ MP രാജേഷിനോടാണ് പരാജയപ്പെട്ടത്. തുടർന്ന് KPCC ഉപാധ്യക്ഷനാവുകയും പൂർണ്ണ സമയം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുമുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പാലക്കാട് സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന നിലപാടിലാണ് സന്ദീപ് വാര്യർ. തൃശൂർ വൈകാരിക അടുപ്പമുള്ള സ്ഥലമാണെന്ന് അവിടെ ഒട്ടേറെ സുഹൃത്തുക്കളുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. പാലക്കാട് K. സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയാകുന്നത് ഏറെ സന്തോഷമാണ്. അത്തരത്തിലൊരു വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. BJP ശക്തി തെളിയിക്കാനാകുമെന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ എന്നും സുരേന്ദ്രൻ മത്സരിച്ചാൽ BJP 3-ാം സ്ഥാനത്തെത്തുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ഏതായാലും 3 ടൈമിൽ ഷാഫി പറമ്പിലും പിന്നീട് രാഹുലിന്റെ കയ്യിലെത്തിയ പാലക്കാട് സീറ്റിനെ ചൊല്ലി പാർട്ടിയിൽ കാര്യമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാഹുൽ ഇത്തവണ മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ച മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് A. തങ്കപ്പനും രമ്യ ഹരിദാസും അടക്കമുള്ളവരെയാണ് താല്പര്യം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. യുവാക്കൾ മത്സരിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇത്തവണ യുവാവിനെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് ഇതേ നിലപാടാണ് ഉള്ളത്. യുവാക്കൾക്ക് അനുകൂലമാണ് പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾക്ക് ശേഷമാകും ധാരണയാവുക. വിജയ സാധ്യതയുണ്ടെന്ന് ജില്ലാ നേതൃത്വം റിപ്പോർട്ട് നൽകിയ നെന്മാറയിലും നേതാക്കളിൽ ചിലർ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം തൃത്താലയിലേക്ക് എന്തായാലും VT ബൽറാമിനെ പരിഗണിച്ചേക്കും. ചിറ്റൂർ മണ്ഡലത്തിൽ നഗരസഭാ ചെയർമാൻ കൂടിയായ സുമേഷ് അച്യുതന്റെ പേരും ഉയരുന്നുണ്ട്. മാരത്തൺ ചർച്ചയിലാണ് നേതൃത്വം. ആരൊക്കെ എവിടെയൊക്കെ എത്തും എന്നതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസിൽ നിന്ന് CPMലെത്തിയ P. സരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയ സാധ്യതയുള്ള സീറ്റ് പരിഗണിച്ച് പാർട്ടി. സരിൻ ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. സരിനെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന തലത്തിലാണ് നീക്കം. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് സരിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ. ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിൽ പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നതോടെയാണ് സരിൻ UDF വിട്ട് LDFലെത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സരിന് വീണ്ടും അവിടെ തന്നെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം CPM എടുത്തതായാണ് വിവരം. സരിനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുകയാണ് സിറ്റിംഗ് MLA പ്രേംകുമാറിനെ മാറ്റി നിർത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചാകും CPM തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.